ഓം ചണ്ഡാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലയനം യോഗവേദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഭാഗവതം 11-ാമത്തെ സ്കന്ധത്തിൽ 11-ാമത്തെ അധ്യായമാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത്. ബുദ്ധനും മുക്തനും ആണ് ഈ ഉപദേശത്തിൻ്റെ അന്തസത്ത. ഇവിടെ ഉദ്ധവൻ ഭഗവാനോട് കഴിഞ്ഞ അധ്യായം അവസാനിക്കുന്ന സമയത്ത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. മഹാപ്രഭു, സത്വാദി വികാരമായിരിക്കുന്ന ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, അതായത് സത്വാദി ഗുണങ്ങളുടെ പ്രഭാവം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ശാരീരിക ധർമ്മങ്ങളോട് ബന്ധപ്പെടാതെ ജീവിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഗുണാതീത ഭാവത്തിൽ എങ്ങനെ ജീവിക്കും? ആദ്യത്തിൽ ജീവന ബന്ധം ഉണ്ടായത് എങ്ങനെയാണ്? ഈ മായാബന്ധം എങ്ങനെയാണ് ഉണ്ടായത്? ബദ്ധൻ്റെയും മുക്തൻ്റെയും വ്യവഹാരങ്ങൾ ഏത് രൂപത്തിലാണ്? അവരുടെ തിരിച്ചറിയാൻ എന്താണ് ലക്ഷണം? ഏത് ലക്ഷണങ്ങളെ കൊണ്ടാണ് അവരെ തിരിച്ചറിയുക? ഒരേ ആത്മാവ് തന്നെയാണ് നിത്യബദ്ധനായിരിക്കാൻ ജീവനായും നിത്യമുക്തനായിരിക്കുന്ന ഈശ്വരനായും വിളങ്ങുന്നതെന്നും തത്വം ഗ്രഹിക്കാൻ സാധിക്കാത്തതിനാലാണ് എനിക്ക് ഈ വിഷമമുണ്ടായത്. എൻ്റെ സംശയങ്ങൾ തീർത്ത് അനുഗ്രഹിക്കാൻ കാരുണ്യമുണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായം അവസാനിച്ചത്. ഭഗവാൻ അതിന് മറുപടി പറയുന്നു. പ്രിയപ്പെട്ട ഉദ്ധവ, ബദ്ധൻ മുക്തൻ എന്നീ വ്യവഹാരങ്ങൾ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളെ അപേക്ഷിച്ച് പറയപ്പെടുന്നതാണ്. ഗുണങ്ങൾക്ക് കാരണം മായയാണ്. ഉള്ളതായ ആത്മസ്വരൂപത്തെ മറച്ച് മിഥ്യയായിരിക്കുന്ന പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കലാണ് മായയുടെ സ്വഭാവം. അതായത് ആത്മവിസ്മൃതി ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മായയുടെ ലക്ഷ്യവും. മായയുടെ ശക്തികളാകുന്ന ഗുണങ്ങളുടെ സൃഷ്ടിയായിരിക്കുന്ന ബന്ധവും മോക്ഷവും മായയ്ക്ക് അതീതനും പരമാത്മാവുമായിരിക്കുന്ന എനിക്കില്ല. ഇത് മായയെ സൃഷ്ടിച്ച ഭഗവാനെ മാത്രമേ മായ ബാധിക്കാതിരിക്കുകയുള്ളൂ. ബാക്കി എല്ലാവരും ഇതിൽ പെടുകയും ചെയ്യും. സ്വസ്വരൂപം മറന്ന മായയിൽ അഭിമാനിക്കുന്ന ജീവന്റെ അനുഭവങ്ങളാണ് ബന്ധവും മോക്ഷവും. ശോകം, മോഹം, സുഖം, ദുഃഖം, ശരീര സ്വീകാര്യം ഇവയെല്ലാം മായാപ്രഭാവം കൊണ്ട് ജീവനുണ്ടാവുന്ന അനുഭവങ്ങളാണ്. സ്വപ്നത്തിൽ തന്നെ തന്നിൽ നിന്ന് അന്യമായ പദാർത്ഥങ്ങളായി കണ്ട് അനുഭവിക്കാറില്ലേ? അതേപോലെ ആത്മസ്വരൂപത്തെ മറന്ന് മായാവൈഭവത്താൽ തന്നിൽ തന്നെ തോന്നപ്പെടുന്ന വിഷയങ്ങളെ സത്യമായി കരുതി അനുഭവിക്കുന്നതാണ് ജീവന് ബന്ധമായി തീരുന്നത്. മായ കൊണ്ട് നിർമ്മിക്കപ്പെടുകയും ജീവന്മാർക്ക് ബന്ധത്തെയും മോക്ഷത്തെയും ഉണ്ടാക്കി തീർക്കുന്നതുമായിരിക്കുന്ന രണ്ട് ശക്തികളാണ് അവിദ്യയും വിദ്യയും. ഓരോ മനസ്സിലും പ്രതിബിംബിക്കുന്ന പരമാത്മാവായിരിക്കുന്ന എൻ്റെ അംശസ്വരൂപികളാണ് ജീവന്മാർ. അവർക്ക് അവിദ്യയോടുള്ള ചേർച്ച കൊണ്ട് ബന്ധവും വിദ്യയോടുള്ള ചേർച്ച കൊണ്ട് മോക്ഷവും സംഭവിക്കുന്നു. രജോ ഗുണവും തമോ ഗുണവും ചുരുങ്ങി സത്വഗുണപ്രധാനമായി തീർന്ന് മനസ്സ് വിദ്യാസ്വരൂപനാണ്. സത്വഗുണം കുറഞ്ഞ് രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ആധിക്യത്തോടു കൂടി ഈ മനസ്സ് അവിദ്യാസ്വരൂപമാണ്. അവിദ്യാസ്വരൂപമായി തീർന്ന മനസ്സാകുന്ന ഉപാധിയോടുകൂടിയ ജീവൻ ബദ്ധനായി തീർന്ന് വിദ്യാസ്വരൂപമായി തീർന്ന് മനസ്സോടുകൂടിയവൻ മുക്തനുമായി ഭവിക്കും. ഇനി ഞാൻ അങ്ങക്ക് ബദ്ധൻ്റെയും മുക്തൻ്റെയും സ്വരൂപം പറഞ്ഞു തരാം. നിത്യമുക്തനായിരിക്കുന്ന ഈശ്വരനും നിത്യബദ്ധനായിരിക്കുന്ന ജീവനും തമ്മിലുള്ളതും ബദ്ധരും മുക്തരുമായിരിക്കുന്ന ജീവന്മാർ തമ്മിലുള്ളതും എന്നിങ്ങനെ ഭേദം രണ്ട് വിധത്തിലുണ്ട്. അതിൽ ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദം ആദ്യം പറയാം. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള അത് തന്നെയാണ് ആത്മാവും ജീവനും ഈശ്വരൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഭേദത്തെ ഇല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസത്തെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ സ്വരൂപത്തോടു കൂടിയവരും സ്നേഹിതരുമായിരിക്കുന്ന രണ്ട് പക്ഷികൾ ഒരു വൃക്ഷത്തിൽ കൂടുകെട്ടി താമസിച്ചു വരുന്നു. അതിലൊരു പക്ഷി ആ വൃക്ഷത്തിലെ പഴങ്ങളെ തിന്നുന്നു. സ്വാദുള്ള ഭക്ഷണങ്ങൾ തിന്നുമ്പോൾ സുഖവും കയ്പുള്ളവയെ തിന്നുമ്പോൾ ദുഃഖവും അനുഭവിക്കുന്നു.
മറ്റേ പക്ഷി പഴങ്ങളെ തിന്നുന്നില്ല, എങ്കിലും കൂടുതൽ ശക്തനാണ്, അതിനാൽ എപ്പോഴും സുഖിയാണ്. അതുപോലെയാണ് ശരീരമാകുന്ന വൃക്ഷത്തിൽ ഹൃദയമാകുന്ന കൂട്ടിൽ ജീവനും ഈശ്വരനും രണ്ട് പക്ഷികളെപ്പോലെ താമസിച്ചു വരുന്നു. ശരീരത്തിൻ്റെ സുഖദുഃഖങ്ങളെ തൻ്റെ അനുഭവങ്ങളായി തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ജീവൻ പഴങ്ങളെ തിന്നുന്ന പക്ഷികളെ പോലെയാണ്. സുഖദുഃഖങ്ങൾക്ക് സാക്ഷിയായി വിളങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഈശ്വരൻ പഴങ്ങൾ തിന്നാത്ത പക്ഷിയെപ്പോലെ എപ്പോഴും തൻ്റെ സ്വരൂപാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നു. ഈശ്വരൻ തന്നെയും ജീവനെയും അറിയുകയും ചെയ്യും. ജീവൻ അവിദ്യ വശങ്കനാകയാൽ തന്നെയും ഈശ്വരനെയും അറിയുന്നുമില്ല. ഉപാധിയോട് കൂടി ചേർന്ന ജീവൻ നിത്യബദ്ധനാണ്. വിദ്യയാകുന്ന ഉപാധിയോട് കൂടി ചേർന്ന ഈശ്വരൻ നിത്യമുക്തനുമാണ്. മുക്തനും ബദ്ധരുമായിരിക്കുന്ന ജീവന്മാർ തമ്മിലുള്ള ഭേദത്തെയും വിസ്തരിച്ച് കേൾക്കുക. സ്വപ്നത്തിൽ നിന്നുണർന്ന സ്വപ്നാനുഭവങ്ങളെ ഓർമ്മയുണ്ടെങ്കിലും അവയിൽ സത്യബുദ്ധി ഉണ്ടാവുകയില്ലല്ലോ. അതേപോലെ ശരീരത്തിൽ ഇരിക്കുമ്പോഴും താൻ ശരീരമാണെന്ന് അഭിമാനിക്കില്ല വിദ്വാനായിരിക്കുന്ന ജീവൻ മുക്തൻ. ശരീരം പോയാലും ശരീരാഭിമാനം ഉപേക്ഷിക്കില്ല. ബദ്ധനായിരിക്കുന്ന ജീവൻ, അതാണ് പുനർജന്മം വേണ്ടി വരുന്നത്. കാതിൽ കേൾക്കാനും ത്വക്കിൽ സ്പർശിക്കാനും കണ്ണിൽ കാണാനും നാവിൽ സ്വാദറിയാനും മൂക്കിൽ വാസനിക്കാനുമുള്ള ശക്തികളാണ് ഇന്ദ്രിയങ്ങൾ. അവ രജോ ഗുണത്തിൽ നിന്നുണ്ടായവയാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവ വിഷയങ്ങളാണ് ഇന്ദ്രിയങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബ്ദാദി വിഷയങ്ങൾ തമോ ഗുണത്തിൽ നിന്നുണ്ടായവയാണ്. മനസ്സ് സത്വഗുണത്തിൽ നിന്നുണ്ടായതാണ്. രജോ ഗുണ വികാരങ്ങൾ ഇന്ദ്രിയങ്ങൾ. തമോ ഗുണവികാരങ്ങളായിരിക്കുന്ന ശബ്ദാദി വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ സത്വ ഗുണവികാരമായിരിക്കുന്ന മനസ്സ് അവയെ അറിയുന്നു. മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ശബ്ദാദി വിഷയങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന ആത്മാവാണ് താനെന്നും ബോധ്യം വന്ന വിദ്വാൻ വിഷയാനുഭവങ്ങളെ തൻ്റെ അനുഭവങ്ങളായി കരുതുകയോ അവ കൊണ്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങളാകുന്ന വികാരങ്ങൾക്ക് അധീനനായി തീരുകയോ ചെയ്യുന്നില്ല. പ്രാരാബ്ധ കർമ്മം അനുസരിച്ചുണ്ടായതാണ് ശരീരം. 3 ഗുണങ്ങളുടെ പ്രേരണ കൊണ്ട് മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം എന്നിവ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ കർമ്മങ്ങൾ തൻ്റേതായി തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നു ബദ്ധനായിരിക്കുന്ന ജീവൻ. ഇവിടെ നമ്മൾ ലളിതമായിട്ട് സംസാരിച്ചാൽ നമ്മുടെ ജീവാത്മാവും പരമാത്മാവും രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ അതിന് ജീവഭാവം ഈ ശരീരത്തോട് ചേരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഈ ശരീരത്തോട് ചേർന്നിരുന്നാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ശരീരത്തിൻ്റെ ഒരു ഏറ്റവും വലിയ, അതായത് ശരീരത്തെയും ഈ ജീവാത്മാവിനെയും ചേർത്ത് വച്ചിരിക്കുന്ന സത്വരജ തമോ ഗുണങ്ങളുടെ ഒരു കലർപ്പുണ്ട്. പ്രകൃതിയിൽ നിന്നുണ്ടാക്കിയ 26 ഗുണങ്ങളെ ചേർത്തിട്ടാണ് ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ഈ ശരീരം ജീവനോട് ചേർന്നാൽ അതിനെ പൊതിഞ്ഞിരിക്കുന്നത് ഈ സത്വരജ തമോ ഗുണങ്ങളെ കൊണ്ടാണ് ഇതിനെ ചേർത്ത് വച്ചിരിക്കുന്നത്. അതാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന മായയിൽപ്പെട്ടിരിക്കുക എന്നർത്ഥം. ഈ ജീവൻ ഈ കെട്ടുപാടിൽ നിന്ന് മുക്തൻ, അതായത് ജീവനെ പൂർണ്ണമായിട്ടും ഈ ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് ശരീരത്തോടു കൂടി ഇരുന്ന് തന്നെ അതിനെ സ്വതന്ത്രമാക്കണം. അപ്പോഴാണ് ജീവൻ മുക്തി വരും. ഇതിപ്പോൾ നമ്മുടെ സ്വഭാവം കൊണ്ട് അതിനെ കെട്ടി മുറുക്കി വെച്ചിരിക്കുക. അത് രജോ ഗുണവും തമോ ഗുണം കണ്ട. അത് രജോ ഗുണവും തമോ ഗുണത്തെ ഒഴിവാക്കണമെങ്കിൽ സത്വഗുണത്താൽ ഈ അറിവ് ലഭിക്കണം. തമ്മിലുള്ള വ്യത്യാസത്തെ, ഭേദത്തെ മനസ്സിലാക്കണം എന്നർത്ഥം. ജീവൻ മുക്തൻ്റെയും ഇല്ലെങ്കിൽ ജീവൻ ബദ്ധൻ്റെയും 2 കാര്യങ്ങളും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. അവിദ്യാദി ദോഷങ്ങളെന്ന് പറയുന്നത് ഈ മായയാണ്. അതായത് ഈ കാണുന്നതൊക്കെ ഈ ശരീരബോധം തന്നെ ഏറ്റവും വലിയ അവിദ്യാദി ദോഷം. ഈ ശരീരമാണ് ആത്മാവ്, ജീവൻ എന്ന് കരുതി വച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ അവിദ്യ എന്ന് പറയുന്നത്. ആ ജീവനെ രക്ഷിക്കണം ഈ കെട്ടുപാടിൽ നിന്ന്. നമ്മുടെ സ്വഭാവം കൊണ്ടാണ് അതിനെ കെട്ടി വരിഞ്ഞു വച്ചിരിക്കുന്നതെങ്കിൽ അതിനെ സ്വതന്ത്രമാക്കുന്നതാണ് ജീവൻ മുക്തി. എളുപ്പം സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇപ്പം 2 പക്ഷികളുടെ കാര്യം പറഞ്ഞു. ഒരു പക്ഷി എപ്പോഴും ഭൗതികമായിട്ട് ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹാരത്തിന് വേണ്ടിയിട്ട് പഴങ്ങൾ തിന്നുന്നു. അതേ സ്ഥാനത്ത് തന്നെ ജീവൻ മുക്തനായിട്ടൊരു പക്ഷി ഇരിക്കുന്നുണ്ട്. അതാണ് പരമാത്മൻ അഥവാ ഈശ്വരൻ. ഈശ്വരൻ ഇത് സാക്ഷിയായിട്ട് ഇവിടെ താഴെ ഇരിക്കുന്ന, ഇല്ലെങ്കിൽ ഈ പഴങ്ങൾക്ക് പിന്നെ ശരീരം കൊണ്ട് ഓടി നടക്കുന്ന
ഈ പക്ഷിയെ കാണുന്നുണ്ട്, ജീവാത്മാവിനെയാണ് കാണുന്നത്. ഈശ്വരൻ സാക്ഷിയായിട്ട് നിൽക്കുകയാണ് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവും പരമാത്മാവും ഒരേ സംഗതിക്ക് തന്നെ രണ്ട് ഭാവം ഉണ്ടാകുന്നു. ഒന്ന് സാക്ഷിയായിട്ടിരിക്കുന്നു, ആത്മബോധം, ആ ആത്മാവിനെയാണ് നമുക്ക് സാക്ഷാത്കരിക്കേണ്ടത്, അതിനെയാണ് രക്ഷിക്കേണ്ടത്. ജീവൻ എന്ന് പറയുന്നത് ചലനാത്മകമായ ഈ ശരീരത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് ജീവൻ പ്രവർത്തിക്കുക. അപ്പം ഈ ജീവാത്മാവിനെ ശരീരബന്ധത്തിൽ നിന്ന് മുക്തനാക്കുന്നത് ജീവൻ മുക്തി. ആ ശരീരമാണ് സത്യം, അത് തന്നെയാണ് ജീവൻ, അത് തന്നെയാണ് ആത്മാവ് എന്ന് കരുതിയിരിക്കുന്നത് ബദ്ധനാക്കും. അതാണ് ഇവിടെ ഭഗവാൻ എടുത്ത് പറയുന്നത്. ഇത് എത്ര നമ്മൾ ചിന്തിച്ചാലും പല പ്രാവശ്യം ആത്മവിചാരം ചെയ്ത് ബോധിക്കണം. എത്ര എളുപ്പം സാധ്യം. അതായത് ഗുണാതീത ഭാവത്തിൽ 3 ഗുണങ്ങളെയും ജയിച്ച ഭാവത്തിൽ ഇരിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ ജീവൻ മുക്തനാണ്. നിർമ്മാണമോഖ ജിതസംഗദോഷ ആധ്യാത്മനിത്യ വിനിവർത്തകാമക ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സഞ്ചയികച്ചന്യ മൂട പദമവ്യന്ത. ഈ ശ്രേഷ്ഠമായ പദമാണ് ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തഭാവം നമ്മൾ അനുഭവിച്ചറിയണം എന്നർത്ഥം. ഈ ശരീരം കൊണ്ട് കിടക്കുക, ഇരിക്കുക, നടക്കുക, കളിക്കുക, കാണുക, സ്പർശിക്കുക, മണക്കുക, ആഹരിക്കുക, കേൾക്കുക മുതലായ ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങൾ ബദ്ധൻ്റെയും മുക്തൻ്റെയും ഒരുപോലെ തോന്നും. എങ്കിലും ഈ ജീവൻ മുക്ത ഭാവത്തിലെത്തിയാൽ ഈ വക കാര്യങ്ങളൊക്കെ നടന്നോളും. അത് സാധാരണ പോലെ നടന്നോട്ടെ, അതിൽ നമ്മൾ ഇൻ്റർഫെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അന്തരീക്ഷത്തിലെ സർവപ്രകൃതി ജൈഗുണൈ എന്ന ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ പ്രകൃതി ഗുണങ്ങളെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, നടക്കേണ്ട കാര്യങ്ങളൊക്കെ ശരീരധർമ്മമായാലും അതൊക്കെ നടന്നോളും. അതിലൊന്നും നമ്മൾ മസിൽ പിടിച്ച് അതിനെ ഒന്നും ബന്ധിച്ച് നിർത്തിയാൽ അത് ബദ്ധനാകും. അതിനെ സ്വതന്ത്രമാക്കിക്കാം. അന്തരീക്ഷത്തിലെ പ്രകാശത്തിൽ നടക്കുന്ന പുണ്യപാപങ്ങൾ സൂര്യനെ സ്പർശിക്കില്ലല്ലോ. എന്തൊക്കെ മാലിന്യങ്ങൾ ഈ ആകാശത്തിലേക്ക് വരുന്നാലും അതൊന്നും സൂര്യനെ മറയ്ക്കാൻ ഉതകുന്നതല്ല. അപ്രകാരം ശരീര ഇന്ദ്രിയ മനസ്സുകളുടെ പ്രവർത്തനം നടക്കുമ്പോഴും ആകാശത്തെ പോലെ നിർലേപമായിട്ട് വായുവിനെ പോലെ നിസ്സംഗനായിട്ട് സൂര്യനെ പോലെ സാക്ഷിയായിട്ട് വിളങ്ങുന്ന ആത്മാവാണ് താനെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അവൻ മുക്തനായി, അവൻ മഹാത്മാവായി. വൈരാഗ്യം കൊണ്ട് ദൃഢമായി തീർന്ന ജ്ഞാനത്താൽ നിസ്സംശയ സ്വരൂപേണ ആത്മതത്വത്തെ ബോധിക്കണം. സ്വപ്നത്തിൽ കണ്ട നാനാത്വബോധം ഉണരുന്നതോടെ ഇല്ലാതായി തീരും. സത്യമായിരിക്കുന്ന ആത്മാവിലേക്ക് ഉണരുവാൻ ഭ്രമം തോന്നപ്പെട്ടിരിക്കുന്ന നാനാത്വത്തെ സമ്പൂർണ്ണമായി നിവർത്തിക്കുന്നു. അതായത് ഈ പലതായി കാണുന്നതിനൊന്നും അതൊക്കെ സാക്ഷ്യഭാവത്തിൽ നമ്മൾ വീക്ഷിക്കണം. നമ്മുടെ ശരീരത്തെ പോലും നമ്മൾ സൂക്ഷിപ്പുകാരായി കണ്ടുകൊണ്ട് ആ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയകളെല്ലാം ശ്വാസോച്ഛ്വാസം വരെ സാക്ഷ്യഭാവത്തിൽ വീക്ഷിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവയുടെ പ്രവർത്തനങ്ങൾ തൻ്റേതല്ല, താനാണെന്ന്, അവയ്ക്ക് സാക്ഷി മാത്രമാണെന്ന് ബോധ്യം വരണം. ശരീരത്തോടു കൂടി ഇരിക്കുമ്പോഴും അങ്ങനെ ഇരിക്കുന്നവൻ മുക്തൻ തന്നെയാണ്. അതാണ് ജീവൻ മുക്തി. ശരീരത്തെ ദുർജനങ്ങൾ ഹിംസിക്കുകയോ സജ്ജനങ്ങൾ പൂജിക്കുകയോ ചെയ്താലും അതിലൊന്നും സന്താപമോ സന്തോഷമോ, തനിക്ക് നന്മ ചെയ്യുന്നവരെ അദ്ദേഹം സ്തുതിക്കുകയില്ല. മാനാപമാനങ്ങൾ നദ്വേഷ്ടി ന കാംക്ഷതി നിർദ്ദന്തോഖി മഹാഭാഗോ സുഖം ബന്ധാൽ പ്രമുച്ചതേ എന്ന് ഭഗവാൻ ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാക്ഷ്യഭാവത്തിൽ നമ്മളെ ആരെങ്കിലും സ്തുതിച്ചാലും ശത്രുഭാവത്തിലോ മിത്രഭാവത്തിലോ മാനാപമാനത്തിലോ സുഖദുഃഖത്തിലോ ഒന്നും ഭ്രമിക്കാതെ എപ്പോഴും പ്രസന്നചിത്തനായിരിക്കുന്നവൻ ജീവൻ മുക്തിയാണ്. ഗുണദോഷങ്ങൾക്ക് അതീതനായ എല്ലാ ഭാവത്തെയും സ്വഭാവനയിൽ കണ്ടുകൊണ്ട് സഞ്ചരിക്കുന്ന വിദ്വാനായിരിക്കുന്ന ജ്ഞാനി മനസ്സ് ബഹിർമുഖമാകുമ്പോഴാണ് നന്മ തിന്മകളെയും ഗുണദോഷങ്ങളെയും കാണുന്നത്. ജ്ഞാനിയുടെ മനസ്സ് എപ്പോഴും അന്തർമുഖമായിരിക്കും. ആഗ്രഹമില്ലാതായാൽ ആശകളും ഇല്ലാതാകും, നിരാശയും ഇല്ലാതെ വരും. സുഖദുഃഖങ്ങളിൽ നിന്ന് ജയിക്കാൻ ആഗ്രഹമില്ലാതാക്കുക. ആഗ്രഹമില്ലാത്തതിനാൽ ഒന്നും ചെയ്യാത്തവനും ഒന്നും പറയാത്തവനും നല്ലതോ ചിത്തയോ ഒന്നും ചിന്തിക്കാത്തവനുമായിരിക്കുന്ന ശരീരത്തെയും വാക്കിനെയും മനസ്സിനെയും അടക്കി ആത്മാരാമനായിട്ട് ജഡനെ പോലെ സഞ്ചരിക്കും. അവനാണ് ജീവൻ മുക്തൻ, അവനാണ് മഹാത്മാവ്. ചിലർ വേദങ്ങൾ മുഴുവൻ പഠിച്ച് വ്യാഖ്യാനിക്കുന്നതിലും അവയെപ്പറ്റി പ്രവചനം ചെയ്യുന്നതിലും പ്രവീണരായിരിക്കാറുണ്ട്. എന്നിട്ടും പരബ്രഹ്മത്തെ അറിഞ്ഞ് സാക്ഷാത്കരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ പാലില്ലാത്ത പശുവിനെ പോറ്റി വളർത്തുന്ന പരിശ്രമം അതിനുള്ള പരിശ്രമം പോലെയാണ്. വേദപാണ്ഡിത്യം നേടാനുള്ള അവരുടെ പരിശ്രമം വെറും ക്ലേശത്തിന് മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. കുറവില്ലാത്ത പശുവിനെ വളർത്തുന്നത് പോലെ. ചാരിത്രമില്ലാത്ത ഭാര്യ, സ്വാതന്ത്ര്യമില്ലാത്ത ശരീരം, ദുഷ്ടനായിരിക്കുന്ന പുത്രൻ, ധാർമ്മിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ധനം,
ഈശ്വരനായിരിക്കുന്ന എൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കാത്ത വാക്കുകൾ. ഇവയെ രക്ഷിക്കുന്നവൻ ദുഃഖത്തിൽ നിന്ന് കൂടുതൽ ദുഃഖത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഈശ്വരൻ മാത്രമാണ് സത്യം. പ്രപഞ്ച വസ്തുക്കളെല്ലാം മിഥ്യമാണെന്ന ബോധം ആത്മവിചാരം കൊണ്ട് സാധിക്കണം. അതിനാൽ സത്യസ്വരൂപനും ഈശ്വരനുമായിരിക്കുന്ന എൻ്റെ മഹിമകളെ പ്രകാശിപ്പിക്കുന്നവയും സൃഷ്ട്യാദി ലീലകരെ വർണ്ണിക്കുന്നതുമായിരിക്കുന്ന വാക്കുകളെയാണ് ഉച്ചരിക്കേണ്ടത്. മറ്റ് വീരവാക്യങ്ങളൊന്നും നിഷ്പ്രയോജനങ്ങളാണ്. അതിനാൽ ഈശ്വരനെ പറ്റി അല്ലാതെ വാക്കുകൾ വിവേകിയാവാൻ ഒരിക്കലും ഉച്ചരിക്കാതിരിക്കണം. ആത്മാവ് അവിദ്യോപാധികളാവുമ്പോഴാണ് ശരീരം താനെന്ന് തോന്നും. പ്രപഞ്ച വസ്തുക്കൾ തന്നിൽ നിന്ന് അന്യങ്ങളാണെന്നുമുള്ള നാനാത്വബോധം നിലനിൽക്കുന്നത്. ഈ നാനാത്വബോധമാണ് നമ്മളെ ജീവൻ മുക്തഭാവത്തിൽ നിന്ന് ബദ്ധനാക്കുന്നത്. ഇതിനെ വിചാരം ചെയ്തറിഞ്ഞ് രജോ ഗുണത്തെ അകറ്റി സത്വഗുണപ്രധാനമായി തീർന്ന മനസ്സിനെ സ്വന്തം ഹൃദയത്തിൽ വിളങ്ങുന്നവനും സർവവ്യാപിയുമായിരിക്കുന്ന ആത്മാവിൽ ദൃഢമായി ഉറപ്പിക്കും. അതിന് കഴിയുന്നില്ലെങ്കിൽ എല്ലാ കർമ്മങ്ങളും ഫലാകാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടെ അനുഷ്ഠിക്കുക. എന്ത് ചെയ്യുമ്പോഴും അത് ഭഗവത് പ്രീതിക്ക് കാരണമായി തീരണേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യണം. എന്നാൽ മനസ്സ് ക്രമേണ ശുദ്ധമായി തീരും. ഈശ്വരനായിരിക്കുന്ന എൻ്റെ കഥകളെ കേൾക്കുകയും കീർത്തിക്കുകയും ലീലകളെ അഭിനയിക്കുകയും ധർമാർത്ഥ കാമങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ ഈശ്വര പ്രീതിക്കായി ആചരിക്കുകയും എന്നീ അനുഷ്ഠാനങ്ങൾ മനസ്സ് നിർമ്മലമായി തീർന്ന് സനാതനമായിരിക്കുന്ന എന്നിൽ നിശ്ചലമായിരിക്കുന്ന ഭക്തി ഉണ്ടാകും. സജ്ജന സംസർഗത്താലാകുന്ന ഉണ്ടാകുന്ന ഭക്തി കൊണ്ട് എന്നെ നിരന്തരം ഉപാസിക്കുന്നവർക്ക് പരമാത്മ തത്വത്തെ അറിഞ്ഞ് പ്രാപിച്ച് കൃതാർത്ഥനായി തീരുവാൻ കഴിയും. ജ്ഞാനം കൊണ്ട് ഭേദഭാവനയെ അകറ്റി മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സത്സംഗം കൊണ്ട് ആവുന്ന നിഷ്കളങ്ക ഭക്തി കൊണ്ട് കർമ്മവാസനകളെ നശിപ്പിക്കാൻ കഴിഞ്ഞാലും മനസ്സ് നിർഗുണ ബ്രഹ്മം ആകുന്നു. ആത്മാവിൽ ലയിച്ചൊന്നായി തീർന്നാൽ മുക്തനാവുമെന്ന് കാര്യം. അപ്പോൾ ഇതൊക്കെ സ്വയം നമുക്ക് ആത്മവിചാരം ചെയ്ത് ആ ഒരു സ്ഥിതിയിലേക്ക് എത്താവുന്നതാണ്. പക്ഷെ അത് സാധിക്കുന്നില്ലെങ്കിൽ സത്സംഗം കൊണ്ട് കൂടുതൽ മാർഗം തെളിഞ്ഞു വരുന്നതാണ് ഭഗവാൻ പറഞ്ഞത്. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം. ഇത് തന്നെയാണ് ശങ്കരാചാര്യൻ പറഞ്ഞത്. അപ്പം നമുക്ക് എത്രയൊക്കെ സ്വയം വിചാരം ചെയ്താലും അതൊന്ന് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ സത്സംഗം കൂടിയേ തരൂ. അങ്ങനെയുള്ള മഹാത്മാക്കളുണ്ട്, ഇന്നത്തെ കാലത്തും അവൈലബിൾ ആണ്. തത്വദർശികളായകളെ സമീപിക്കാൻ തന്നെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ മഹാത്മാക്കളുമായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് നമുക്ക് ഈ വിചാരത്തെ ഉറപ്പിക്കാൻ സാധിക്കും. ഉത്തമ കീർത്തിയോട് കൂടിയ ഭഗവാനെ അവിടത്തേക്ക് സമ്മതനായിരിക്കുന്ന സജ്ജനം ഏത് വിധത്തിൽ, വീണ്ടും ഉദ്ധവൻ ചോദിക്കുകയാണ്, ഉത്തമ കീർത്തിയോടുകൂടിയ അല്ലയോ ഭഗവാനെ അവിടത്തേക്ക് സമ്മതനായിരിക്കുന്ന ഈ സജ്ജനങ്ങളോട് സമ്പർക്കം ഉണ്ടാക്കണം, സത്സംഗം വേണം എന്നൊക്കെ ഭഗവാൻ പറഞ്ഞെങ്കിൽ അങ്ങനെയുള്ള സജ്ജനം ഏത് വിധത്തിലുള്ളവനാണ്? സജ്ജനങ്ങൾ ആചരിക്കുന്ന ഭക്തിയുടെ സ്വരൂപം എന്താണ്? പരമശ്രേഷ്ഠനും ലോകനിയന്താവും ജഗൽപ്രഭുവായിരിക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങയെ സർവാത്മന ആശ്രയിച്ചവനും സ്നേഹിക്കുന്നവനും ശരണ പ്രാപിച്ചവനുമായിരിക്കുന്ന എനിക്ക് പറഞ്ഞു തന്നാലും അവിടുന്ന് പരബ്രഹ്മ സ്വരൂപിയാണ്. ആകാശം പോലെ സർവ്വവ്യാപിയാണ്. പ്രകൃതിക്ക് അതീതനായിരിക്കുന്ന പരമപുരുഷനാണ്. സ്വന്തം ഇച്ഛപ്രകാരം സ്വരൂപം സ്വീകരിച്ചവനുമാണ്. ഉദ്ധവന്റെ അപേക്ഷയ്ക്ക് ഭഗവാൻ ഇപ്രകാരം മറുപടി പറഞ്ഞു. ദയാലുവും ആരെയും ഒരിക്കലും ദ്രോഹിക്കാത്തവനും മറ്റുള്ളവർ തന്നോട് ചെയ്യുന്ന അപരാധത്തെ ചിന്തയോ ആവലാതിയോ പരാതിയോ കൂടാതെ സഹിക്കുന്നവനും സത്യം മാത്രം പറയുന്നവനും യാതൊരു പാപചിന്തയും ബാധിക്കാത്ത മനസ്സോടുകൂടിയവനുമായിരിക്കും സാധുവായിരിക്കുന്ന മഹാത്മാവ്. പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനീത്വ തത്വദർശിന. തത്വദർശികളായിട്ടുള്ള മഹാത്മാക്കളെ സമീപിക്കാനാണ് ഗീതയിലും ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്വയം ഈ ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കും. അതിന് 3-4 മാർഗങ്ങളും ഭഗവാൻ പറയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് സ്വായത്തമാക്കാൻ സ്വയം സാധിക്കുന്നില്ല എങ്കിൽ സത്സംഗം വേണം. അത് ഗുരുക്കന്മാരെ സമീപിക്കണം. തത്വദർശികളായിട്ടുള്ള അനുഭവജ്ഞാനമുള്ള ഗുരുക്കന്മാരെ സമീപിക്കണം. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരുവിധ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെടാതിരിക്കൽ, ഇന്ദ്രിയ നിഗ്രഹം, മനസ്സ് അലിവ്, ശരീരശുദ്ധി, മനഃശുദ്ധി, ഭൗതിക പദാർത്ഥങ്ങളെ സ്വീകരിക്കാതിരിക്കുക, ലോകവ്യാപാരങ്ങളിൽ നിന്ന് നിവർത്തിക്കുക, മിതമായ ആഹാരം കഴിക്കുക,
മനസ്സിൻ്റെ ശാന്തത, ലക്ഷ്യബോധത്തിന് ഒരിക്കലും ഇളക്കമില്ലാതെ ഈശ്വര ശരണാഗതി ഇവയെയും മഹാത്മാക്കളുടെ ലക്ഷണങ്ങൾ തന്നെയാണ്. അതായത് യോഗസ്ഥക്കുരു കർമാണി സംഘം തക്വാ ധനചയാ സിദ്ധി സിദ്ധു സമഭൂത്വ സമത്വം യോഗ ഉച്ചത്. ഇതൊരു യോഗിയുടെ ലക്ഷണമാണ്. എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ശത്രുവിലും മിത്രത്തിലും സുഖത്തിലും ദുഃഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ജനനത്തിലും മരണത്തിലും ഒക്കെ മുക്തനായി യോഗസ്ഥനായിരിക്കുന്നയാൾ, ആത്മനിഷ്ഠനായിരിക്കുന്നവൻ. പിന്നെ അവരുടെ സ്വഭാവത്തിൽ എന്തായിരിക്കും? യുക്താഹാര വികാരസയുക്ത രേക്ഷസു കർമ്മസുയുക്ത സ്വപ്ന അവബോധിച്ച യോഗോ ഭവതി ദുഃഖ. അവരെന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും അതൊക്കെ അവർക്ക് ദുഃഖ നിവാരണത്തിനായിക്കൊണ്ടായിരിക്കും ചെയ്യുക. അപ്പം അങ്ങനെയുള്ള യോഗികളെ തന്നെ സമീപിക്കണം എന്നാണ് പറയുന്നത്. എപ്പോഴും ആത്മതത്വചിന്തനം, പ്രമാദി അതായത് മറവിയില്ലാതിരിക്കുക, അലസത ഇല്ലാതിരിക്കുക, ഗംഭീര സ്വഭാവം, ധൈര്യം, വിശപ്പ്, ദാഹം, ശോകം, മോഹം, മൃത്യു ഇവ ജയിക്കൽ, ആരിൽ നിന്നും ബഹുമാനവും ആദരവും പ്രതീക്ഷിക്കാതിരിക്കൽ, മാനാപമാനങ്ങളെ ഭ്രമിക്കാതിരിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കൽ. എന്നാൽ മറ്റുള്ളവരെ ബഹുമാനിക്കൽ സാമർഥ്യം, എല്ലാവരിലും സ്നേഹവും കാരുണ്യവും വളർത്തുക, മറ്റുള്ളവരുടെ ദുഃഖത്തെയും തൻ്റെ ദുഃഖമായി കാണുക, വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയാൻ തക്ക വീക്ഷണത്വം, ദർശത്വം ഉണ്ടായിരിക്കുക. ഇതൊക്കെ സജ്ജനങ്ങളുടെ ലക്ഷണങ്ങളാണ്. വേദത്തിൽ പ്രതിപാദിച്ച ഗുണദോഷങ്ങളെയും ധർമാധർമ്മങ്ങളെയും ഈശ്വരനായിരിക്കുന്ന എന്നെ സർവാത്മന ഭജിക്കുന്നവനാണ് ഉത്തമ ഭക്തൻ. ധർമാധർമ്മങ്ങൾക്ക് അതീതനായി തീർന്നാൽ മാത്രമേ ശരീരത്തെ വിസ്മരിക്കാനും മനസ്സിനെ അന്തർമുഖമാക്കി ഈശ്വരനെ സമ്പൂർണ്ണമായി ആശ്രയിക്കാനും കഴിയുള്ളൂ. എൻ്റെ മഹത്വമോ പരമാർത്ഥ സ്വരൂപമോ അറിഞ്ഞോ അറിയാതെയോ ആയാലും മറ്റു യാതൊരു ചിന്തയും കൂടാതെ മനസ്സിനെ പരിപൂർണമായിട്ട് എന്നെ ഭജിക്കുന്നതിൽ വ്യാപരിക്കുന്നവനാണ് ഭക്തരിൽ ശ്രേഷ്ഠൻ. ഇനി ഞാൻ അങ്ങയ്ക്ക് ഭക്തി ഉണ്ടാവാനുള്ള അനുഷ്ഠാനങ്ങളെ പറഞ്ഞു തരാം. എൻ്റെ വിഗ്രഹങ്ങളെയും ഭക്തരെയും കാണുക, സ്പർശിക്കുക, പൂജിക്കുക, നമസ്കരിക്കുക, എൻ്റെ ഗുണങ്ങളെയും ലീലകളെയും കീർത്തിക്കുക, ഭഗവത് കഥകൾ കേൾക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകുക, എൻ്റെ സ്വരൂപത്തെ ധ്യാനിക്കുക, ഭഗവാന്റെ ദാസനാണ് താനെന്ന ഭാവത്തോടെ സാക്ഷിഭാവത്തിൽ തന്നെയും തൻ്റേതുമെല്ലാം ഈശ്വരനായി എനിക്കായിക്കൊണ്ട് സമർപ്പിക്കുക, ശ്രീ രാമനവമി, അഷ്ടമിരോഹിണി മുതലായ അവതാര ദിവസങ്ങളിലെ ആഘോഷിക്കുക. ഇവയെല്ലാം ശ്രദ്ധയോടെ ആചരിക്കുകയാണെങ്കിൽ ഭക്തി ഉണ്ടാകും. പാട്ട്, വാദ്യം, നൃത്തം മുതലായവയിൽ ക്ഷേത്രങ്ങളിൽ എന്നെ സേവിക്കുക, കീർത്തനം ചെയ്യുക, സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കമുണ്ടാക്കുക, വാർഷികോത്സവങ്ങളിൽ എഴുന്നള്ളിപ്പ്, വിശേഷാൽ പൂജകൾ, ഉത്സവങ്ങൾ, വേദങ്ങളിൽ തന്ത്രങ്ങളിലും പറഞ്ഞ ദീക്ഷ വരിക്കുക, തന്നെത്താനോ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുക, ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച ഉദ്യാനം, ഉപവനം, കൂത്തമ്പലം, സത്രം എന്നിവ നിർമ്മിക്കുക, ക്ഷേത്രങ്ങൾ അടിച്ചു തളിച്ച് മെഴുകി അണിഞ്ഞ് അലങ്കരിക്കുക. ഇവയെല്ലാം ഈശ്വരദാസ്യം എന്ന പോലെ ഭാവനയോടെ നിഷ്പക്ഷമായിട്ട് നിഷ്കപടമായിട്ട് ചെയ്യണം. എൻ്റെ വർണ്ണത്തിലും ആശ്രമത്തിലും അഭിമാനിക്കാതെ, തൻ്റെ വർണ്ണത്തിലും ആശ്രമത്തിലും പാണ്ഡിത്യത്തിലും ആഠ്യത്വത്തിലും ഒന്നും അഭിമാനിക്കാതിരിക്കുക. ധാർമ്മികനെന്ന അഭിനയമാകുന്ന ദമ്പ്, അഹങ്കാരം എന്നിവ കാണിക്കാതിരിക്കുക. ആത്മപ്രശംസ ചെയ്യാതിരിക്കുക. ഭഗവാന് സമർപ്പിച്ചത് പിന്നെ തൻ്റേതായി കരുതാതിരിക്കുക. മറ്റൊരു ദേവനെ നിവേദിച്ചത് എനിക്ക് നിവേദിക്കാതിരിക്കുക. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെയും ഈശ്വരനുമായിരിക്കുന്ന എനിക്ക് എല്ലാം സമർപ്പിക്കുക. ഈ അനുഷ്ഠാനങ്ങൾ മനഃശുദ്ധി വർദ്ധിക്കുന്തോറും ഭക്തിഭാവവും വളർന്നു വരും. അപ്പം ഇത് ഭഗവാൻ പറയുന്നത് ദ്വാപരയുഗത്തിലാണ്, അന്തിമഘട്ടത്തിലാണ്. ദ്വാപരയുഗത്തിൻ്റെ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകുന്ന സമയത്ത് പറയുന്നതാണ്. അപ്പോൾ ക്ഷേത്രസങ്കല്പമൊക്കെ അന്ന് ദ്വാപരയുഗത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് കലിയുഗത്തിൽ ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ഈ ഭക്തിയുടെ ഭാവം, ഈ ഉപദേശമൊക്കെ കേട്ടിട്ട് പുതിയതായിട്ട് ക്ഷേത്രങ്ങൾ ഒരു കാരണവശാലും ആരും നിർമ്മിക്കാൻ പുറപ്പെടരുത്. കാരണം ഈ കലിയുഗത്തിൻ്റെ അന്തത്തിൽ നിങ്ങൾ എത്ര കേമമായിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് അമ്പലം ഉണ്ടാക്കിയാലും അതൊക്കെ നശിക്കും. അതൊറ്റ ശക്തിയിലേക്ക് ലയിക്കും. ലോകത്തുള്ള ക്ഷേത്രങ്ങൾ മുഴുവൻ കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ നശിക്കും. അതൊരു സ്ഥലത്തേക്ക് അതിൻ്റെ ശക്തി ചൈതന്യം കേന്ദ്രീകരിക്കും. അത് കഴിഞ്ഞ യുഗത്തിൽ നിന്ന് ഈ യുഗത്തിലേക്ക് വന്ന ഗുരുവായൂരപ്പനായതുകൊണ്ട് ഗുരുവായൂരപ്പനിലേക്ക് ലയിക്കുന്നതാണ് എൻ്റെ കണ്ടെത്തലും. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് ഒരു ക്ഷേത്രങ്ങളും കലിയുഗത്തിൽ ഇനിയുള്ള കാലം നിർമ്മിക്കരുത്. ഉള്ള ക്ഷേത്രങ്ങൾ പൊടി തട്ടിയെടുത്ത് നന്നായിട്ട് കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. അതാണ് ഇനി കരണീയമായിട്ടുള്ളത്. പിന്നെ ക്ഷേത്രങ്ങളുടെ സങ്കല്പങ്ങളിൽ ലക്ഷ്യം നാമസങ്കീർത്തനവും ഈ സത്സംഗങ്ങളും ആയിരിക്കണം.
ഒരു ക്ഷേത്രം പൊടി തട്ടി എടുത്ത് ഉദ്ധരിച്ചു കൊണ്ടുവന്നാൽ തന്നെ അവിടെ ഈ ക്ഷേത്ര ദർശനം നടത്തുക, നാമസങ്കീർത്തനത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക, അതേപോലെ സത്സംഗങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക. ഈ ക്ഷേത്ര ദർശനവും നാമസങ്കീർത്തനവുമാണ് കലിയുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠം. ലളിതമായ ഭക്തിമാർക്ക് അതാണ്. അത് ചെയ്യുന്നതിൻ്റെ ഗുണത്തെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സത്സംഗങ്ങളും തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇതൊക്കെയാണ് ക്ഷേത്രം. അല്ലാതെ ക്ഷേത്രങ്ങൾ ഫാക്ടറി ബിസിനസ് കേന്ദ്രങ്ങളാക്കി മാറ്റരുത്. അതൊക്കെ നശിക്കാനുള്ളതാണ്. അതുകൊണ്ട് നിലവിലുള്ളത് ജീർണോദ്ധാരണം വേണം. ജീർണം എവിടെയായാലും, നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ശരീരത്തിലായാലും ജീർണം ഉദ്ധരിക്കണം, നവീകരണം നടത്തണം, എപ്പോഴും നവനവമായിട്ട് സൂക്ഷിക്കണം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പുതിയ കലിയുഗത്തിൽ ഇപ്പം ഇതിൽ ഭഗവാൻ പറഞ്ഞു ക്ഷേത്രം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ പറഞ്ഞതാ. ഇപ്പം എത്രയോ ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കണം. 4000-5000 വർഷമായിട്ട് മണ്ണിനടി കിടക്കുന്ന ക്ഷേത്രങ്ങൾ വരെ ഇന്ന് ഉദ്ധരിക്കാൻ നമുക്ക് സാധിച്ചില്ല, പൊടി തട്ടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ സ്പർദ്ധയും ഇല്ലേ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ കൊണ്ടുവന്ന് നേരെയാക്കാൻ സാധിക്കും. മനുഷ്യനാണ് ക്ഷേത്രം ഉണ്ടാക്കിയത്, അത് ഉദ്ധരിക്കേണ്ടത് മനുഷ്യൻ്റെ തന്നെ ഡ്യൂട്ടിയാണ്, അല്ലാതെ ഈശ്വരൻ വന്നിട്ടല്ല ഉദ്ധരിക്കേണ്ടത്. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ഈശ്വരൻ്റെ സപ്പോർട്ട് കിട്ടും. അവിടെയാണ് അതൊക്കെ നേരെ ചെയ്യുക. അപ്പോൾ ഈശ്വരൻ നമ്മളുടെ കൂടെ തന്നെ നിഴലായിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ കലിയുഗത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പുതിയതായിട്ട് നമുക്ക് അങ്ങനെയുള്ളൊരു ഈ ഭക്തിയുടെ ഭാവത്തിലേക്ക് വരുമ്പം, ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ഗുണാതീത ഭാവത്തിലേക്ക് എത്തി വരുമ്പോൾ നമ്മുടെ ഉപാസിക്കുന്ന ദേവതയുടെ ക്ഷേത്രം ഉണ്ടാക്കാനൊക്കെ നമുക്ക് തോന്നുകയൊക്കെ ചെയ്യും. ആ തോന്നൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ അതിനെ അതിക്രമിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ നിങ്ങൾ അത് ബദ്ധനായിത്തീരും, അതിൽ ബന്ധനത്തിൽപ്പെടും. നിങ്ങൾ ആ ക്ഷേത്രത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് അടുത്ത ജന്മത്തിലും അതുമായിട്ട് ചുറ്റിത്തിരിയേണ്ടി വരും. അതാണ് ശങ്കരാചാര്യ ഇഷ്ടദേവത പോലും നിങ്ങളെ കെട്ടിയിട്ട് ഭരിക്കും. ഞാനിപ്പോൾ തിരിച്ചു വന്നിട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ഭാഗവാക്കാകാൻ കാരണമായതുപോലെ ഇങ്ങനെ ഒരു ബന്ധനത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ അതിൽ നിന്ന് മുക്തനായി, ഇനി പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം. സൂര്യൻ, അഗ്നി, ബ്രാഹ്മണൻ, പശുക്കൾ, ഇപ്പോൾ ഈശ്വരനാണ്, ഭഗവാൻ തന്നെയാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അതല്ല ശരി എന്ന് ധരിക്കേണ്ട. കാലോചിതമായ മാറ്റങ്ങൾ വരുത്താനും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയ ക്ഷേത്രങ്ങൾക്കൊന്നും കലിയുഗത്തിൽ യാതൊരു പ്രാധാന്യവുമില്ല. കാരണം ഇഷ്ടം പോലെ ക്ഷേത്രങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ശരീരം തന്നെ ക്ഷേത്രമാണ്, നമ്മുടെ കുടുംബം തന്നെ ക്ഷേത്രമാണ്, ഈ ലോകം തന്നെ ക്ഷേത്രമാണ്. പിന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ അത് ചിന്തിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. സൂര്യൻ, അഗ്നി, ബ്രാഹ്മണൻ, പശുക്കൾ, വിഷ്ണു, ഭക്തൻ, ആകാശം, വായു, ജലം, ഭൂമി, ആത്മാവ്, പൂർവ്വ ജീവജാലങ്ങൾ, ഇവയിലെല്ലാം ഈശ്വരനെ കണ്ട് പൂജിക്കാം. വേദമന്ത്രങ്ങൾ സ്തുതിച്ചുകൊണ്ടാണ് സൂര്യനിൽ എന്നെ പൂജിക്കേണ്ടത്. അഗ്നിയിൽ ഹവിസ് ഹോമിച്ചുകൊണ്ട്, ബ്രാഹ്മണനിൽ അതിഥി സൽക്കാരം കൊണ്ടും, പശുക്കളിൽ പുല്ലു കൊടുത്തുകൊണ്ടും ഈശ്വരനെ ആരാധിക്കണം. ബന്ധുവിനെ സൽക്കരിച്ചുകൊണ്ട് വിഷ്ണു ഭക്തനിൽ എന്നെ ആരാധിക്കണം. വിഷ്ണു ഭക്തനിൽ എന്നെ കണ്ടുകൊണ്ട് ആരാധിക്കണം. ഹൃദയാകാശത്തിൽ ധ്യാനം കൊണ്ട് ആരാധിക്കുക. വായുവിൽ സർവ പ്രാണസ്വരൂപേണ ബുദ്ധി കൊണ്ടും, വെള്ളത്തിൽ ജലം, പുഷ്പം, അക്ഷതം മുതലായവ അർച്ചിച്ചുകൊണ്ടും, ഭൂമിയിൽ പത്മമിട്ട് അതിൽ മന്ത്രവർണ്ണങ്ങൾ എഴുതി പൂജിക്കണം. എന്നിൽ ആത്മസ്വരൂപേണ വിളങ്ങുന്ന എന്നെ തനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന സുഖദുഃഖാദികൾ കൊണ്ടും എല്ലാ ജീവജാലങ്ങൾക്കും എന്നെ ക്ഷേത്രജ്ഞനായി ബോധിച്ച് സമഭാവന കൊണ്ട് ആരാധിക്കണം. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളും അതെ. കലിയുഗത്തിൽ നാമസങ്കീർത്തനത്തിനും ഭക്തി പരിശ്രമം ചെയ്യുന്ന ക്ഷേത്ര ദർശനത്തിനുമാണ്. രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ജീവൻ മുക്തി നേടാൻ സാധിക്കും. ഒരു കാര്യത്തിലും ബന്ധനത്തിൽ ഉണ്ടാകില്ല. ബന്ധനം വരാതിരിക്കാനും സഹായിക്കും. ഒന്നും വേണ്ട, ദിവസവും അവനവൻ ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് ഒരു ശരീരശുദ്ധി വരുത്തി 20 മിനിറ്റ് നേരമെങ്കിലും ദിവസവും മുടങ്ങാതെ ഒരു നേരമെങ്കിലും സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതയുടെ മന്ത്രങ്ങൾ ഉച്ചരിക്കുക. ശബ്ദബ്രഹ്മവും അക്ഷരബ്രഹ്മവും പുറത്തു വരണം. ഇത് മുടങ്ങാതെ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഈ കലിയുഗത്തിൽ ജീവൻ മുക്തന് ഇത്രയും ലളിതമായ മാർഗം വേറൊന്നുമില്ല. നമുക്ക് വിളക്ക് വയ്ക്കാനോ അല്ലെങ്കിൽ പഞ്ചദ്രവ്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പത്രം, പുഷ്പം, ഫലം, ഏതെങ്കിലുമൊക്കെ സമർപ്പിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നിഷ്കളങ്ക ഭാവത്തിൽ സമർപ്പിച്ചുകൊണ്ടും മുക്തി നേടാൻ സാധിക്കും. പുറത്തേക്കൊന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും എളുപ്പം നമ്മൾ ഇരിക്കുന്നിടത്തിരുന്ന് കൊണ്ട് സ്വതന്ത്രമായിട്ട് ചെയ്യുക എന്നുള്ള, അപ്പോഴാണ് ജീവൻ മുക്തി നേടുക. നമ്മൾ പൊതുവായിട്ട് ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ പോയിട്ട് വരാം, ദർശനം നടത്തി വരാം. പക്ഷേ അവിടെയൊന്നും ഈ പറയുന്ന സൗകര്യങ്ങളൊന്നുമില്ല. നമ്മൾ അവിശ്വസിദ്ധിക്കായിക്കൊണ്ട് പ്രാർത്ഥിച്ച് ഭഗവാൻ ഓഫർ കൊടുത്തിട്ട്
ആ പൈസ മേടിക്കാൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്തതാണ് വഴിപാടായിട്ട് ചെയ്യുക. അത് പാടാണ്, അത് മനസ്സിലാക്കിക്കൊള്ളുക. സൂര്യൻ മുതൽ സകല ജീവജാലങ്ങൾ വരെയുള്ള 11 സ്ഥാനങ്ങളിലും ശംഖുചക്രാദി പത്മത്തോടു കൂടിയതും ശാന്തവും എൻ്റെ സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂജിക്കുകയും വൈദികവും പരോപകാരപ്രദവുമായിരിക്കുന്ന കർമ്മങ്ങളെ കൊണ്ട് ഏകാഗ്ര മനസ്സോടെ എന്നെ ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ക്രമേണ മനഃശുദ്ധി ഉണ്ടാവുകയും മനസ്സ് ശുദ്ധമായി തീർന്നാൽ സത്സംഗം സാധിക്കാനും ശ്രമിക്കണം. അതുവഴി എപ്പോഴും ഈശ്വര സ്മരണയെ നിലനിർത്താനും ശ്രേഷ്ഠമായ ഭക്തി ഉണ്ടാക്കാനും ഇടയായിത്തീരും. സജ്ജനങ്ങളുടെ പ്രാപ്യസ്ഥാനമായിരിക്കുന്ന എന്നെ സത്സംഗം കൊണ്ട് ഉണ്ടാകുന്ന ഭക്തി കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും അത്ര എളുപ്പത്തിൽ പ്രാപിക്കാൻ കഴിയില്ല. ഉദ്ധവ, അങ്ങ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനും എൻ്റെ ദാസനും ഉത്തമ സുഹൃത്തുമല്ലേ? അതിനാൽ അതീവ രഹസ്യമായിരിക്കുന്ന ഒരു സംഗതി ഞാൻ ഇനി പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. ആ രഹസ്യം അടുത്ത അധ്യായത്തിലാണ് നമുക്കറിയാൻ സാധിക്കുക. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എന്തായാലും ഈ നാമസങ്കീർത്തനം ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു സത്സംഗത്തിൽ പങ്കെടുത്തിരിക്കണം. കാരണം നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ വരും വരായികളെ വിദ്യാവിദ്യകളെ തരംതിരിച്ച് ഗുണദോഷങ്ങളെ തിരിച്ചു തരാൻ ഈ സത്സംഗമാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം. നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനും ഒക്കെ അവസരം ലഭിക്കുന്നതും സത്സംഗത്തിലൂടെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രശാനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിംപദം. ജീവൻ മുക്തി നേടാൻ വേണ്ടിയിട്ട് വേറെ ഒരു അധ്വാനവും പ്രയത്നങ്ങളും ആവശ്യമില്ല. നിങ്ങൾ നാമജപത്തിലൂടെയാണ് ഞാൻ നിർമ്മാണമോഹനായത്, ജിതസംഗദോഷനായത്, ആധ്യാത്മിക നിത്യനായി മാറിയത്, സുഖദുഃഖങ്ങളെ ജയിച്ചത്, ദ്വന്ദ്ഭാവത്തെ അദ്വൈത അമൃതവർഷിണിയെ മനസ്സിലാക്കിയത്. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഭാവത്തിൽ ജീവൻ മുക്തഭാവത്തിൽ തന്നെയാണ് ഞാൻ വസിക്കുന്നത്. ആ യാതൊരുവിധ ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ ഒന്നിലും ബദ്ധനല്ല. ഇതിലേതെങ്കിലും ജീവൻ മുക്തി ഭാവം അനുഭവിക്കാതിരിക്കുകയും ഭൗതിക വിഷയങ്ങളിൽ ബദ്ധനുമായി നിന്നാൽ വീണ്ടും ശരീരബോധത്തിൽ ഉറച്ച മനസ്സോടുകൂടി ശരീരം ത്യജിക്കാനിട വന്നാൽ വീണ്ടും ശരീരം എടുത്തു വരേണ്ടി വരും. അതില്ലാതിരിക്കണമെങ്കിൽ ഭഗവാൻ പറഞ്ഞത് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾ ആ അനുഷ്ഠാനമാണ് നമ്മളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക. അത് ശ്രദ്ധയോടെ അല്പനേരം ചെയ്താൽ പോലും സ്വല്പം അഭ്യസ്യധർമ്മസ്യ ത്രായതേ മഹതോഭയ, അല്പമാത്രമായ ഭഗവാൻ പറഞ്ഞ അനുഷ്ഠാനം കൊണ്ടുപോലും നിങ്ങൾക്ക് മഹത്തായ ഫലത്തെ ലഭിക്കും എന്ന് ഗീതയിലും ഭഗവാൻ സാക്ഷാത്കരിക്കുന്നുണ്ട്. യാതൊരു സംശയവുമില്ല. ആ ഒരു മാർഗം തെളിഞ്ഞു വരാൻ പറ്റിയ സമയമാണ്. ഇത്രയും നല്ല സമയം ഇനി മനുഷ്യജന്മത്തിൽ നമുക്ക് ഈ കലിയുഗത്തിൽ അല്ലാതെ മറ്റൊരു യുഗത്തിലും ഇത്ര ശ്രേഷ്ഠമായ ജന്മം കിട്ടാനില്ല. അതുകൊണ്ട് ഇങ്ങനെ ശ്രേഷ്ഠമായൊരു പാത നമുക്ക് തെളിയിച്ച് എന്ന ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കിവിടെ സമർപ്പിക്കാം. ഇനി അടുത്ത ഭഗവാൻ ഒരു രഹസ്യം പറയുന്നത് അടുത്ത അധ്യായത്തിലാണ്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യം പരിപാലയണ്ട നായനമാർഗേണ മഹിമഗീശാഗോ ബ്രാഹ്മണേഭ്യ ശുഭതീർത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.